അപ്പൊ ഈ ശരിക്കും നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ ഈ സാറ്റിസ്ഫാക്ഷൻ. അതുതന്നെയാണ് ആദ്യം പറഞ്ഞത് റിസ്കി എന്ന് പറയുന്നത്. ഈ റിസ്കിന്റെ ഒരു വശം കൂടിയാണ് ഈ കസ്റ്റമറെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പറഞ്ഞില്ല, ഈ പിള്ളേരുടെ കിഡ്സ് വെയറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം. അതുകൊണ്ട് തന്നെ ആൾക്കാർ കിഡ്സ് വെയർ കോൺസെൻട്രേഷൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു മുമ്പേ പറഞ്ഞു കോട്ടയം തൊട്ട് കോതമംഗലം വരെയുള്ള ആൾക്കാർ നമ്മളിവിടെ വന്ന് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മൾ അത്ര നല്ലൊരു റിലേഷനാണെന്ന് തോന്നുന്നു കസ്റ്റമറുമായിട്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ 2 സെയിൽസിൽ 2 പിള്ളേരുണ്ട്, 3 പേരുണ്ട്, ഒരാൾ ഇപ്പം ലീവിലാണ്. നമ്മളെക്കാൾ കൂടുതൽ സെയിൽസിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കസ്റ്റമേഴ്സ് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ തീർച്ചയായിട്ടും 2ാമത്തെ പ്രാവശ്യം വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതൊക്കെ അവർ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മളെങ്ങനെ അവരെ ഇതിനു മുമ്പ് ഒരു ട്രെയിൻ ചെയ്ത് കൊടുക്കും. അല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് 2 കാസർഗോഡ് ഉള്ളതാണ്. പൊതുവെ കാസർഗോഡുകാർ എന്തായാലും സെയിൽസിൽ മിടുക്കന്മാരാണെന്നാണ് പൊതുവെ ഉള്ള ഒരു കാഴ്ചപ്പാട്. നമ്മള് ലോകത്ത് എവിടെ ചെന്നാലും ഒരു കാസർഗോഡുകാരനോടുണ്ടാവും, ലോകത്തെ എവിടെ ചെന്ന ഒരു കേരളക്കാരുണ്ടാവും അവിടെ. പിന്നെ സാറിന്റെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഞാനും വൈഫും 3 പിള്ളേരാണ്. മക്കൾ 3 പഠിക്കുകയാണ്. വൈഫ് ഇവിടെ കോൺവെൻഷൻ തന്നെ കമീല ബോട്ടിക് എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥാപനം അറിയാവുന്നതാണ്, നമ്മുടെ പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. കമീല ബോട്ടിക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത. അപ്പോൾ ശരിക്കും നിങ്ങൾ 2 പേരും ഈ ഒരു ഫീൽഡ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇല്ല, അവർക്ക് ഡിസൈനറാണ്. അപ്പം ബിസിനസ് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ നിർബന്ധിച്ചു. ഒരു ഷോപ്പ് വന്നപ്പം കിട്ടിയപ്പോൾ പറഞ്ഞു എന്തായാലും വീട്ടിലിരുന്ന് ചെയ്യുന്നേക്കാൾ നല്ലതാണ് ഒരു മാർക്കറ്റിൽ. അപ്പം ലേഡീസ് ഹബ്ബാണല്ലോ കോൺവെൻഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ലേഡീസ് ഹബ്ബ് എന്നറിയപ്പെടുന്നതാണ് കോൺവെൻഷൻ. അതായത് സീസൺ ഇപ്പോൾ NRI സീസണിലാണെങ്കിലും സ്കൂൾ വെക്കേഷനിലാണെങ്കിൽ ഇത്രയും ലേഡീസ് ഒഴുകി നടക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല നമുക്ക്. കാരണം വേറെ എവിടെയും നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കോൺവെൻഷനിലാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. കട കിട്ടുവാണെങ്കിൽ കോൺവെൻഷനിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായും ചെയ്യണം എന്നുള്ളത്. അത് ഒരുപാട് ഇപ്പോൾ TV ആർട്ടിസ്റ്റ് ആണെങ്കിലും സിനിമ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരുപാട് പേര് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം പിന്നെ കുട്ടികളൊക്കെ 3 പേരും പഠിക്കുകയാണ്. മൂത്തത് മോളാണ്, മോൾ 10th പഠിക്കുന്നു. മകന് 2nd 8th, മോൻ 3rd. പിന്നെ അതേപോലെ തന്നെ സാറിനിപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ബിസിനസ്സിൽ. അപ്പോൾ സാറിന് ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എന്തായിരിക്കും? എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ലെങ്കിലും പക്ഷേ ഇതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ഒരെണ്ണം കോട്ടയത്തും, ഒരെണ്ണം ആലുവ അല്ലെങ്കിൽ പെരുമ്പാവൂർ, ഒരു തൃശ്ശൂർ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം സക്സസ് ആവുമെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഒന്ന് മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം തന്നെ കോട്ടയത്തൊന്നും ഈ പറയുന്ന ആലുവയിൽ നിന്നൊക്കെ നമുക്ക് കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അവിടെ വന്ന് ചെയ്തൂടെ. കാരണം അവർക്ക് കുട്ടികൾ കിട്ടാൻ സമയത്താണ് തപ്പിത്തടഞ്ഞ് ഇവിടെ തന്നെ എത്തുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ഒരു പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിംഗ് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെ ഈ തിരക്കിട്ട ഈ ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒഴിവുവേളകളിൽ എങ്ങനെയായിരിക്കും സാറ്? ഒഴിവുവേള ഞാൻ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. വായന എൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ്. അത് പ്ലസ് പോയിന്റ് വേണം. ഒരുപാട് വായിക്കും. സംഘടനാപരമായ പ്രവർത്തനങ്ങളൊക്കെ സംഘടനാപരമായ മുമ്പുണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് മെയിൻ സമയക്കുറവുണ്ട്. സംഘടനാപരമായിട്ടൊന്നും രംഗത്തിറങ്ങാനോ പ്രവർത്തിക്കാനോ ഒന്നുമില്ല. എങ്കിലും ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പം സാറിന് എന്തായിരിക്കും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അതായത് ബിസിനസ് എല്ലാവരും ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ കെട്ടിപിടിച്ച കാശ് കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള ധാരണയോടെ ആൾക്കാർ വരുന്നു. പലരും പൂട്ടിപ്പോകുന്നുണ്ട്. അതായത് ഒരു മുൻധാരണ ഇല്ലാതെ വന്ന് ബിസിനസ് ഇറങ്ങിയിരുന്ന് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പോകുന്ന കച്ചവടത്തിൽ മിനിമം ഒരു അറിവെങ്കിലും അവർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇപ്പം ഹോട്ടൽ ബിസിനസ്സൊക്കെ ആണെങ്കിൽ മുതലാളിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. 2 സ്റ്റാഫ് ലീവായി കഴിഞ്ഞാൽ കിച്ചണിൽ ഒരു കുക്ക് ലീവായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫുട്വെയർ പോലുള്ള ബിസിനസ്സുകൾ നമുക്കിപ്പം ഒരു സ്റ്റാഫ് ലീവായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്കും കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് തന്നെയായാലും ഈ ഏത് ബിസിനസ് രംഗത്തേക്കും ആദ്യം കടന്നു വരുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാരനാണെങ്കിലും പുതിയ തലമുറയാണെങ്കിലും നമ്മുടെ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ മാക്സിമം റിസ്ക് എടുക്കാൻ തയ്യാറാണ്. കച്ചവടം ചെയ്ത ഉടനെ അതിൽ നിന്ന് ലാഭം കൊയ്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള വ്യാമോഹത്തോടൊന്നും ആരും ഈ ഫീൽഡിൽ വരരുത്. മാക്സിമം സഹിക്കുക. ചിലപ്പോൾ കച്ചവടം എന്നുള്ളത് വെറും ലാഭം മാത്രമായിട്ട് ഉള്ള ആൾക്കാരുടെ ധാരണയുണ്ട്. ഒരു
നിശ്ചിത എമൗണ്ട് കൊണ്ട് ഇട്ടാൽ അത് വളർന്ന് പന്തലിക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്. പന്തലിക്കണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമവും വളരെ കഠിന അധ്വാനവും സമർപ്പണവും ഒരുപാട് വേണം അതിൽ. പിന്നെ അതിനെപ്പറ്റി വളരെ നല്ലൊരു ധാരണ വേണം. ചെയ്യാൻ പോകുന്ന എന്ത് ബിസിനസ് ആയാലും ബിസിനസ്സിനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. എന്തായാലും ഈ വളരെയധികം തിരക്കാണ് ഇവിടെ. നമ്മൾ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ കടയിലേക്ക് കയറുന്നു. അപ്പോൾ വളരെ തിരക്കുണ്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു അല്പസമയം മാറ്റിവെച്ച് ഒരു നല്ലൊരു ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ പേരിലും പ്രേക്ഷകരായ ഓരോരുത്തരുടെയും പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം ഈ ഫോർ ഹെയർ എന്ന സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ എപ്പിസോഡിലും കൂടെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഈ ഫോർ ഹെയർ എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഒത്തിരി പ്രൊഡക്റ്റുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ കിഡ്സിന് വേണ്ടി മാത്രമുള്ളൊരു ഷോറൂമാണ് നമ്മുടെ. കിഡ്സിന് വേണ്ടി മാത്രം എറണാകുളത്ത് എന്നല്ല കേരളത്തിൽ തന്നെ എടുത്തു പറയുന്നതിൽ അവർക്ക് വേണ്ടി കൂടുതൽ കളക്ഷനുള്ളൊരു ഷോറൂമാണ് ഫോർ ഹെയർ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സന്ദർശിക്കുക. വെറുതെ സന്ദർശിക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് കയറി ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം. അവരുടെ നല്ലൊരു സഹായങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.